യൂറോ കപ്പിൽ ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ. ആവേശകരമായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ സ്ലോവാക്കിയെ മറികടന്നാണ് ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ എത്തിയത്. 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ വിജയം. 95-ാം മിനിറ്റ് വരെ ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷം ഇംഗ്ലണ്ട് തിരിച്ചു വരികയായിരുന്നു. മത്സരത്തിൻ്റെ 35-ാം മിനിറ്റിൽ ഇവാൻ സ്ട്രാൻസിലൂടെ സ്ലോവാക്കിയ ലീഡെടുത്തു. തുടർന്ന് ഗോൾ തിരിച്ചടിക്കാൻ ഇംഗ്ലണ്ട് പ്രയാസപ്പെട്ടു. മത്സരം 90 മിനിറ്റ് പിന്നിടുമ്പോഴും ഓൺ ടാർഗറ്റിൽ ഒറ്റ ഷോട്ട് പോലും ഇംഗ്ലണ്ടിനുണ്ടായിരുന്നില്ല. ഇംഗ്ലണ്ട് ക്വാർട്ടർ കാണാതെ പുറത്തേക്ക് എന്ന് തോന്നിക്കവേ 6 മിനിറ്റ് ഇഞ്ചുറി ടൈമിൻ്റെ 5-ാം മിനിറ്റിൽ ഒരു ബൈസിക്കിൾ കിക്കിലൂടെ ജൂഡ് ബെല്ലിംഗ്ഹാം ഇംഗ്ലണ്ടിന് സമനില നൽകി. തുടർന്ന് കളി എക്സ്ട്രാ ടൈമിലേക്ക്. എക്സ്ട്രാ ടൈമിൻ്റെ ആദ്യ മിനിറ്റിൽ തന്നെ ഇംഗ്ലണ്ട് ലീഡെടുത്തു വിജയമുറപ്പിച്ചു. ഹാരി കെയ്നാണ് ഒരു ഹെഡറിലൂടെ ഇംഗ്ലണ്ടിൻ്റെ വിജയ ഗോൾ നേടിയത്. മത്സരത്തിൻ്റെ കണക്കുകളിലേക്ക് വന്നാൽ 63% സമയം പന്ത് കൈവശം വെച്ച് കളിച്ചത് ഇംഗ്ലണ്ട് ആയിരുന്നു. 16 ഷോട്ടുകളാണ് മത്സരത്തിൽ ഇംഗ്ലണ്ട് തൊടുത്തത്. 2 ഷോട്ട് ഓൺ ടാർഗറ്റ്. 808 പാസുകൾ 87% കൃത്യതയോടെ ഇംഗ്ലണ്ട് പൂർത്തിയാക്കി. 13 ഷോട്ടുകളാണ് സ്ലോവാക്കിയ തൊടുത്തത്. 3 ഷോട്ട് ഓൺ ടാർഗറ്റ്. ക്വാർട്ടറിൽ സ്വിറ്റ്സർലാൻഡാണ് ഇംഗ്ലണ്ടിൻ്റെ എതിരാളികൾ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.